വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ അങ്ങനെ ഓണപരിപാടികൾ എല്ലാവരും തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ സൺഡേ ആണ് ഓണം. എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഓണം ആഘോഷിക്കുക. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ അങ്ങനെ ഓണത്തിനോടനുബന്ധിച്ച് ഇറങ്ങിയ പടങ്ങളിലെ ഫസ്റ്റ് പടം അങ്ങനെ ഇറങ്ങി നമ്മളത് കണ്ടിരിക്കുകയാണ്. ARM അജയന്റെ രണ്ടാം മോഷണം ടൊവിനോ തോമസ് അഭിനയിക്കുന്ന നൈസ് ഒരു മോഷണമാണ്. സ്പോയിലർ ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പടം കണ്ടു തന്നെ മനസ്സിലാക്കുക അജയന്റെ രണ്ടാം മോഷണം എന്താണ് എന്നുള്ളതൊക്കെ. പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കിഡിലോസ്കി പടമാണ്. സോ ഫാമിലി ആയിട്ട് പോയിരുന്ന 3D കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിഡിലോസ്കി ആയിട്ടൊരു പടമാണ് അജയന്റെ രണ്ടാം മോഷണം. 2D കാണാനും മാക്സിമം നിങ്ങൾ 3D തന്നെ കാണുക. പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജിതിൻ ലാൽ എന്ന് പറഞ്ഞ മച്ചാനാണ്. മച്ചാന്റെ ഫസ്റ്റ് പടമാണെന്നാണ് എന്റെ വിശ്വാസം. സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് സുജിത് നമ്പ്യാർ എന്ന് പറഞ്ഞ ആളാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജോമോൻ ടി ജോൺ, എഡിറ്റഡ് ബൈ ഷമീർ മുഹമ്മദ്. ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ്. പിന്നെ ഇതിന്റെ ആർട്ട് വർക്കൊക്കെ എടുത്തു പറഞ്ഞാൽ കിഡിലോസ്കി ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 30 കോടിയിലാണ് പടം തീർത്തിരിക്കുന്നത്. ബട്ട് ആ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിനകത്ത് നല്ല കിഡിലോസ്കിയുടെ പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സോ കാസ്റ്റിലേക്ക് വരുമ്പോൾ ടൊവിനോ തോമസ് ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, പിന്നെ കൃതി ഷെട്ടി ഉണ്ട്, ഐശ്വര്യ രാജേഷ് ഉണ്ട്, സുരഭി ലക്ഷ്മി ഉണ്ട്, പിന്നെ നമ്മുടെ അജു വർഗീസ് ഉണ്ട്, സുധീഷ് ഉണ്ട്, ജഗദീഷ് ഉണ്ട്. സോ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും നൈസ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിഡിലോസ്കി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മണിയന്റെ ആ ഒരു ലുക്കും ആ ഒരു ഫൈറ്റും കാര്യങ്ങളും എല്ലാം നല്ല കിടുക്കനായിട്ടാണ് ടൊവിനോ തോമസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഫിക്ഷൻ സ്റ്റോറിയാണ്. ഇത് എങ്ങൊന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് അതൊന്നും അല്ല, കംപ്ലീറ്റ്ലി ഫിക്ഷനാണ്. പിന്നെ പടം തുടങ്ങുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ വോയിസിലാണ്, പടം അവസാനിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ വോയിസാണ്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ലാലേട്ടനാണ്. പടത്തിനകത്ത് മൊത്തം നമ്മുടെ കളരിപ്പയറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ നല്ല കിടുക്കനായിട്ടാണ് അവർ എടുത്ത് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ എനിക്ക് 2-3 ഇടത്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ തോന്നി. പക്ഷെ അത് നമുക്ക് വലിയ മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് തോന്നുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നത്തില്ല. കാരണം അത് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇവിടെ പടം തീർന്നു, അല്ലെ ഇവിടെ ആയിരിക്കും തീർന്നത്, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും തീർന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇട്ടിട്ട് വന്നിട്ട് ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് കൊണ്ട് നിർത്തുന്നുണ്ട്. സോ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് എന്നാൽ പോലും അതേ ഉള്ളൂ. ബട്ട് ഒരു മൈന്യൂട്ട് ഇഷ്യൂസ് ആണ്. ഒരു മൈന്യൂട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. ബട്ട് അത് എടുത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ എൻഗേജിങ് ആയിട്ട് ഇരുന്ന രീതിയിലാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. സോ എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് ഫാമിലി ആയിട്ട് കാണുക. അതും 3D തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കുക. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.